നമസ്കാരം. കണ്ണൂരിൽ വിവാഹ ദിനത്തിൽ വരനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജമ്മുകശ്മീരിൽ SSB ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനായ മുണ്ടേരി മാവിലച്ചാൽ സ്വദേശി ഷബിനാണ് മരിച്ചത്. ഇനി വിവാഹം നടക്കാനിരിക്കെയാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം. ജമ്മുകശ്മീരിൽ ശാസ്ത്രീയ സീമാബൽ അഥവാ SSBയിൽ ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനായ ഷബിൻ സ്വന്തം വിവാഹത്തിനായാണ് നാട്ടിലെത്തിയത്. ഇന്ന് മക്രേരി അമ്പലത്തിൽ വെച്ച് വിവാഹ ചടങ്ങുകൾ നടക്കേണ്ടതായിരുന്നു. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി ഷബിന്റെ വീട്ടിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വലിയ രീതിയിൽ വിവാഹ വിരുന്ന് ഒരുക്കിയിരുന്നു. അർദ്ധരാത്രിയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തവരെല്ലാം മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷമാണ് സംഭവങ്ങളുടെ ഗതി മാറുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം ഷബിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നവവധുവാണ് ഫോണിൽ വിളിച്ചതെന്നാണ് ഷബിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയ ഷബിൻ പിന്നീട് അകത്തുനിന്ന് വാതിലടയ്ക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 4:45 മക്രേരി ക്ഷേത്രത്തിൽ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനായി പോകാൻ വീട്ടുകാർ വിളിക്കാൻ ചെന്നപ്പോഴാണ് മുറി തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചതും ശുചിമുറിയിൽ ഷബിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരുന്തേരി ഭരതന്റെയും കൊല്ലഞ്ചിറ അങ്കണവാടി വർക്കർ ഷീബയുടെയും മകനാണ് ഷബിൻ. കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിൽ നഴ്സായ അഭിഷ ഏക സഹോദരിയാണ്. വിവാഹത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി നിൽക്കെ പുലർച്ചെ ഉണ്ടായ ഈ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തെയും എച്ചൂർ ഗ്രാമത്തെയും വലിയ നടുക്കത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ് ചക്കരയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണമെന്തെന്നത് വ്യക്തമല്ല. രാത്രി വൈകി വന്ന ഫോൺ കോളിന് ശേഷമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കോൾ കേന്ദ്രീകരിച്ചും വധുവിന്റെ മൊഴിയെടുത്തും വിശദമായ അന്വേഷണം നടത്തുവാനാണ് ചക്കരയ്ക്കൽ പോലീസിന്റെ തീരുമാനം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് ഷബിന്റെ ഫോണിലേക്ക് ഈ കോൾ വന്നിരിക്കുന്നത്. വധുവാകേണ്ട പെൺകുട്ടിയാണ് വിളിച്ചതെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കോള് വന്ന ഉടൻ തന്നെ ഹാളിൽ നിന്നും ഷബിൻ സംസാരിച്ചുകൊണ്ട് സ്വന്തം കിടപ്പുമുറിയിലേക്ക് പോവുകയും വാതിലടയ്ക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചക്കരയ്ക്കൽ പോലീസ് ഷബിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ മരണത്തിന് തൊട്ടു മുൻപ് നടന്ന ഈ ഫോൺ സംഭാഷണം എത്ര സമയം നീണ്ടുനിന്നുവെന്നും എന്താണ് സംസാരിച്ചത് എന്ന് കണ്ടെത്തുവാൻ ഫോൺ കോൾ റെക്കോർഡുകളും ചാറ്റുകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചു വരികയാണ്. വിവാഹത്തിൽ നിന്ന് രാത്രി സംസാരിച്ച പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുവാനാണ് ശ്രമം. ഞായറാഴ്ച രാത്രി നടന്ന വിരുന്നിൽ ഷബിൻ വളരെ സന്തുഷ്ടനായാണ് കാണപ്പെട്ടതെന്നാണ് സുഹൃത്തുക്കളും പറയുന്നത്. പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന്റെ കാരണം അറിയുവാൻ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ പോലീസ് വിശദമായി ശേഖരിക്കുന്നു. ജമ്മുകശ്മീരിൽ ശാസ്ത്രീയ സീമാബൽ ബോർഡറായി പോലീസ് ഉദ്യോഗസ്ഥനായ ഷബിൻ സ്വന്തം വിവാഹത്തിനായി ഈ നാട്ടിലേക്ക് അവധിയെടുത്ത് എത്തുകയായിരുന്നു. ജോലിസ്ഥലത്ത് നിന്നോ ഔദ്യോഗികപരമായ കാര്യങ്ങളിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഷബിൻ അനുഭവിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമേ മരണസമയം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ.